ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് ഈ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മേടിച്ചും തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ ന്യൂസിലെടുത്ത് തന്നെ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാൻ ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എന്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. അതെ 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 അതെ, വളരെ സന്തോഷത്തോടു കൂടി ലാസ്റ്റിലത്തെ ഗർഭം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടി ഉണ്ടാക്കിയ ഒരെണ്ണമാണ്. അല്ലാതെ ആ സാധനം എടുത്ത് ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ എന്നാണ് ഇവിടെ സജിന പറയുന്നത്. വേറൊരുത്തൻ്റെ ഭാര്യയായിട്ടിരിക്കുമ്പോൾ അപഹിതം നടത്തി ഈ പൂക്കൂട്ടി എന്ന് പറയുന്നവനിൽ നിന്ന് ഗർഭം ഉണ്ടാക്കിയിട്ട് ഇവള് വലിയ വർത്തമാനം പറയുക. എന്തൊക്കെയാണല്ലേ, കഷ്ടം തന്നെ. ഇത് കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേൾക്കണം. അയ്യോ, കുഞ്ഞുങ്ങളെ കുറിച്ച് എന്ത് സ്നേഹമാണെന്നറിയാമോ? ഈ പറയുന്ന റസൂ പൂക്കുറ്റിയിൽ നിന്ന് 3 വട്ടം കണ്ട് ഗർഭിണിയായിട്ടുണ്ട്. അതിൽ 2 എണ്ണം പോയെന്ന് പറയുന്നു, 1 എണ്ണം ഇപ്പോഴുണ്ടെന്ന് പറയുന്നു. അത് വളരെ സന്തോഷത്തോടു കൂടി ചെയ്തതാണെന്നാ പറയണേ. ബാക്കി ഞാൻ പറയുന്നില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോൾ. ഞാൻ പറഞ്ഞോട്ടെ എന്ത് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരത്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് ആണല്ലോ റസൂലിക്ക, നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് ഇനിയിപ്പോ എനിക്ക് പറ്റത്തില്ല അമ്മ, ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട് അമ്മ, എല്ലാം ഞാൻ റസൂ പൂക്കുറ്റിയേട്ടാ പറ, നിങ്ങളുടെ വൈഫിന്റെ അടുത്ത് പറ, ഇതുപോലെ സജിന ഗർഭിണിയാണെന്ന് പറഞ്ഞു കൊടുക്ക്. കാരണം ഓടി നടന്ന് ഈ പരിപാടി നടത്തുമ്പോഴേ പറയണം. പ്രത്യേകിച്ച് സജിന, നിങ്ങൾ തന്നെ പോയി പറ. കാരണം നിങ്ങൾക്ക് എന്താ പറയുന്നത്, കുഞ്ഞുങ്ങളെ അത്രമാത്രം സ്നേഹമല്ലേ, കുഞ്ഞുങ്ങൾക്കെതിരെ പറയുന്നതും കുഞ്ഞുങ്ങൾക്കെതിരെ അങ്ങനെ ചെയ്യുന്നതും തെറ്റാണെന്ന് പറഞ്ഞ ആളല്ലേ. പക്ഷെ നിങ്ങൾ എത്ര കുഞ്ഞുങ്ങളെയാണ് ഇല്ലാണ്ടാക്കി കളഞ്ഞത്? അയ്യോ, ഇതുപോലൊരു വൃത്തികെട്ട അവിഹിതം